അക്കൗണ്ടൻസി ഓണം എക്സാമിന് ഉറപ്പായും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കമ്പ്യൂട്ടേഷൻ. എന്നാൽ പലർക്കും ഇത് ഭയങ്കര ഡൗട്ടാണ്. നിങ്ങൾക്ക് ഇതാ എത്രയും പെട്ടെന്ന് എത്രയും എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പോവുകയാണ്. സമയങ്ങൾ നേടാ, വേഗം വാ. സോ ഗൈസ്, ഇവിടെ നോക്കൂ, അമൽ എന്ന് പറയുന്ന ഒരു പാർട്ണർ ഉണ്ട് കേട്ടോ. അമൽ എന്ന് പറയുന്ന ഒരു പാർട്ണർ ഉണ്ട്. അങ്ങേരുടെ ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ്, അതായത് ജനുവരി 1 ബാലൻസ് എത്രയാ നോക്കൂ, 40,000 രൂപയാണ് അങ്ങേരുടെ ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോ അങ്ങേർക്ക് ബിസിനസ്സില് അങ്ങേരുടെ 1-ാം തീയതി 40,000 രൂപ ഫണ്ട് ഉണ്ട്. അപ്പൊ ബിസിനസ് എന്ത് ചെയ്യാൻ പോവാ, ഈ ക്യാപിറ്റൽ ബിസിനസ്സിൽ വെക്കുന്നതിന് ഓണറിന് അങ്ങോട്ട് പലിശ കൊടുക്കാൻ പോവുകയാണ്. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ നോക്കൂ, ഓപ്പണിംഗ്, അതായത് ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ എത്ര രൂപയുണ്ട്, 40,000 രൂപയുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ആ 40,000 രൂപയ്ക്ക് പലിശ കൊടുക്കണ്ടേ? കൊടുക്കണം സാറേ. എത്ര രൂപ കൊടുക്കണം നോക്കൂ, 40,000 ഇൻറ്റു ഇൻട്രസ്റ്റ് എത്രയാന്ന് ക്വസ്റ്റ്യനിൽ തരും. നോക്കൂ, ഇൻട്രസ്റ്റ് എത്രയാ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം, 6% ഒരു വർഷത്തെ പലിശ. കണ്ടോ, പെർ ആനം 6% ഒരു വർഷത്തെ പലിശ. അപ്പൊ ഇത് നോക്കൂ, 1-ാം തീയതി മുതലേ എന്തുണ്ട്, ആ ക്യാപിറ്റൽ ബിസിനസ്സിലുണ്ട്. അപ്പോ ആ ക്യാപിറ്റൽ ബിസിനസ്സിൽ ആ വർഷം ഫുൾ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം, 6% പലിശ കൊടുക്കണം. എടാ, 40,000 ഇൻറ്റു 6/100 എത്രയാടാ? വെറും 2,400 രൂപയാണ് അങ്ങേർക്ക് കൊടുക്കേണ്ട പലിശ. സാറേ, ഇത് മാത്രം കൊടുത്താൽ മതിയോ സാറേ? അദ്ദേഹം അഡീഷണൽ ക്യാപിറ്റൽ ഒക്കെ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട് അല്ലേ? നമുക്ക് നോക്കാം. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. എന്നാ കൊണ്ടുവന്ന് നോക്കൂ, മെയ് 1-ാം തീയതിയാണ് കൊണ്ടുവന്നത്. മെയ് 1-ാം തീയതി ഒരു 20,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പൊ അയാൾക്ക് ഓൾറെഡി തുടക്കത്തിൽ 40 ഉണ്ടായിരുന്നു. അത് കൂടാതെ മെയ് 1-ാം തീയതി ഒരു അഡീഷണൽ ക്യാപിറ്റൽ കൂടി കൊണ്ടുവന്നു. ഓക്കെ സാറേ, നമുക്ക് നോക്കാം. എടാ, ഈ 40,000 തുടക്കം മുതലേ ഉണ്ടായിരുന്ന, എന്നാൽ ഈ അഡീഷണൽ ക്യാപിറ്റൽ എപ്പോഴാണ് വന്നേ നോക്കൂ, മെയ് 1-ന്. അപ്പൊ ഈ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കണോ വേണ്ടയോ, അത് ആദ്യം മനസ്സ് ചിന്തിക്ക്. എടാ, അഡീഷണൽ ക്യാപിറ്റൽ ആണെങ്കിലും കൊണ്ടുവന്നതല്ലേ ഇവൻ, നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന. എന്നാൽ പോലും ഇത് കൊണ്ടുവന്നത് എപ്പോഴാ, മെയ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒരു വർഷം ഫുൾ ഇല്ലെങ്കിലും ഒരു നല്ലൊരു പീരീഡ് ഓഫ് ടൈമിൽ അഡീഷണൽ ക്യാപിറ്റൽ ബിസിനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡീഷണൽ ക്യാപിറ്റലിനും നമ്മൾ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റലിന് മാത്രം കൊടുത്താൽ പോരാ. അങ്ങനെയാണെങ്കിൽ സാറേ, ഈ അഡീഷണൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? അത് എളുപ്പമാടാ. നിങ്ങൾ ഇപ്പൊ മേലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ നമുക്ക് അടുത്ത അഡീഷണൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. എത്രയാ സാറേ? 20,000 രൂപയാണ് ക്യാപിറ്റൽ അല്ലേ അഡീഷണലി കൊണ്ടുവന്നേ. എത്രയാ ഇൻട്രസ്റ്റ് റേറ്റ്? 6/100. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതൊരു ഫുൾ വർഷത്തേക്കുള്ളതാ. 6% എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഇയറിലോട്ടുള്ളതാ. പക്ഷേ നോക്കൂ, ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത് 1/5/2023. ഇയർ എൻഡ് ആകുന്നത് നോക്കൂ, 31 ഡിസംബറിലാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 1/5 മുതൽ നോക്കൂ ഇയർ എൻഡ് ആകുന്നവരെ എത്ര മാസമുണ്ടോ അത്രയും ഇൻട്രസ്റ്റ് കൊടുത്താൽ പോരെ. എടാ, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന എപ്പോഴാ? മെയ് 1-നാ. അന്ന് മുതൽ ഇയർ എൻഡ് ആകുന്നത് വരെ എത്ര മാസമുണ്ടോ അത്രയും കൊടുത്താൽ മതി. ഓപ്പണിംഗ് ക്യാപിറ്റലിന് ഫുള്ള് കൊടുക്കാൻ കാരണം അതെന്താ, അത് 12 മാസവും ബിസിനസ്സിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. പക്ഷെ അഡീഷണൽ ക്യാപിറ്റൽ ഇപ്പൊ വന്നതേ ഉള്ളൂ, മെയ് മാസം വന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, മെയ് 1 മുതൽ ഡിസംബർ 31 വരെ എത്ര മാസമുണ്ട്? മെയ് 1 ആയുള്ളതുകൊണ്ട് മെയ് കൂട്ടണം അല്ലേ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 8 മാസം ഉണ്ടടാ. എത്ര മാസം? 8 മാസം. അപ്പൊ ഞാനിതാ എഴുതുന്നു ഇൻറ്റു 8/12. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നറിയോ? ചെയ്താൽ 800 കിട്ടും. വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് നോക്കൂ, 800 കിട്ടും. അപ്പൊ അഡീഷണൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് എത്രയാ? 800. ഇനി നമുക്ക് അടുത്തത് പിടിക്കാം. അടുത്തതാരാ? വിഡ്രോവൽ ആണ്. 1/10/2023 അദ്ദേഹം കുറച്ച് പണം വിഡ്രോ ചെയ്തു. റെഡിൽ കണ്ടോ, ഇത്രയും 10,000 രൂപ എന്തില്ല, ഈ ഡേറ്റ് മുതൽ ഈ എൻഡ് വരെയുള്ള ഡേറ്റിൽ ഈ 10,000 രൂപ ഇല്ല ബിസിനസ്സിൽ. അപ്പൊ നമ്മൾ ആദ്യം ഓപ്പണിംഗും അഡീഷണലും ഒക്കെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. പക്ഷെ പിന്നീടാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, 1/10, അതായത് ഒക്ടോബർ 1-ന് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പൈസ എന്നൊക്കെ ഒരു 10,000 വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് ഇതിന്ന് കുറച്ചാൽ മതി. നിങ്ങൾ ഇതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളിതാ എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചോ. ഇപ്പൊ നിങ്ങൾ അഡീഷണൽ ക്യാപിറ്റലിന് കണ്ടുപിടിച്ചില്ലേ, അതേപോലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. നിങ്ങൾ നോക്കൂ, ഞാൻ ട്രിക്കാണ് പറയുന്നത്, വളരെ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾ അഡീഷണൽ ക്യാപിറ്റൽ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ആ എമൗണ്ട് ഇൻറ്റു ആ റേറ്റ് ബൈ 100 ഇൻറ്റു റിമൈനിങ് മന്ത് എത്രയുണ്ടോ ബൈ 12 ചെയ്തു അല്ലേ. അതേപോലെ ഞാനിതാ ആ എമൗണ്ട് എത്രയാ വിഡ്രോവല്? 10,000 രൂപയാ സാറേ വിഡ്രോവല്. ഇൻറ്റു 6/100 ഇൻറ്റു എന്നാ വിഡ്രോ ചെയ്തത്? 1/10 അല്ലേ. അപ്പൊ ഇതാ ഒക്ടോബർ 1-ന്. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം ബാക്കി. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ ഞാൻ 8 മാസം ബാക്കിയുണ്ട്, 8/12 എഴുതി. ഇവിടെ ഞാൻ 3/12 എഴുതി. എന്നിട്ട് ഞാനിതാ ആൻസർ കണ്ടുപിടിക്കുന്നു. അപ്പൊ 150 ആണ് ആൻസർ കിട്ടുക. 150 കിട്ടും. ഓക്കെ, അപ്പൊ അഡീഷണൽ ക്യാപിറ്റലിന്റെ കൂടെ
കണ്ടുപിടിച്ച പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, വിഡ്രോവൽ ഇൻട്രസ്റ്റും കണ്ടുപിടിച്ചു. പക്ഷെ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇത് മൈനസ് ആണ് എന്ന് മാത്രം, ഇത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം. ഇത്രേ ഉള്ളൂടാ. ഇതിനെ വേറെ രീതിയിലൊക്കെ ചെയ്യാട്ടോ. ആദ്യത്തെ ഡേറ്റ് മുതൽ ഇത്ര വരെ ഇത്ര ക്യാപിറ്റൽ, പിന്നെ അതിനുശേഷം ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെയും നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമോ പഠിച്ച മെത്തേഡുകൾ ഉണ്ടാകാം. എന്നാൽ അതിനേക്കാൾ എത്രയോ എളുപ്പമാണിത്. നോക്കൂ, ഓപ്പണിംഗ് ക്യാപിറ്റലിന് ഫുള്ള് കൊടുക്കുന്നു, അഡീഷണൽ ക്യാപിറ്റൽ എന്നാണോ കൊണ്ടുവന്നത് അന്ന് മുതലുള്ളത് മാത്രം കൊടുക്കുന്നു. വിഡ്രോവലിന് അഡീഷണൽ ക്യാപിറ്റൽ കണ്ടുപിടിച്ചവൾ തന്നെ കണ്ടുപിടിക്കുന്നു, പക്ഷേ പ്ലസ് ഇടുന്നതിന് പകരം ഒരു മൈനസ് ഇട്ടു, അത്രേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ഇത് മൊത്തം ഒന്ന് കൂട്ടിയ ഉത്തരം കിട്ടും. 2400 800 3200 മൈനസ് 150, അപ്പൊ 3050. ഇതാണ് ആൻസർ. സോ എന്തൊരു സിമ്പിൾ ആണല്ലേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ലോഞ്ച് ചെയ്തിട്ട് ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം ഏർലി ബേർഡ് ഓഫർ കിട്ടുന്നുണ്ടാ, ഇംപ്രൂവ്മെന്റ് ഫ്രീ കിട്ടുന്നുണ്ടാ. അതുകൊണ്ട് സമയം കളയാതെ വേഗം ഈ വീഡിയോ കാണുന്ന ലിങ്കിന്റെ അടി കയറിയിട്ട് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലത്തേക്ക് ബൈ.